ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ചൂടാണ് കേട്ടോ. എത്ര മഴ പെയ്തിട്ടും ചൂടിനൊരു കുറവുമില്ല. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹെയർ കെയറിൽ ഒരു ദിവസം നമ്മൾ നമ്മുടെ ഹെയറിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾ അനവധിയായിട്ടുള്ള ഹെയർ കെയർ വീഡിയോസ് കണ്ടിട്ടുള്ളവരായിരിക്കും, പക്ഷേ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്താണ് കാണണം കേട്ടോ. അതായത് ഞാൻ നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ്, ഹെയറിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ നമുക്ക് ഉള്ള മുടിയെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ഹെയറിനെ നല്ല ആരോഗ്യത്തോടെ നിലനിർത്താനും സഹായിക്കുകയെ. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഹെയറിൽ അതായത് നമ്മുടെ സ്കാൽപ്പിൽ കൊടുക്കുന്ന മസാജാണേ. നമ്മുടെ സ്കാൽപ്പ് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ വിരലുകൾ ഉപയോഗിച്ച്, അതായത് ഈ മാംസളമായ ഭാഗം ഉപയോഗിച്ച് നല്ല രീതിയിൽ ഇതുപോലെ നമ്മുടെ സർക്കുലർ മോഷനിലാണ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ സർക്കുലർ മോഷൻ, അതായത് ഈ ഒരു എങ്ങനെ കാണിക്കുക, ഇങ്ങനെ ഇതുപോലെയാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തും നമ്മുടെ സ്കാൽപ്പിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ നമ്മുടെ വിരലുകൾ ഓടിയെത്തുന്നുണ്ട്. ഇത് നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ, അതായത് സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. ഇത് നമ്മളൊരു 5 മിനിറ്റെങ്കിലും കുറഞ്ഞത് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് പോലെ തന്നെ ഇതുപോലെ മുടി താഴെ ഇട്ടതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിൽ ഇതുപോലെ ഈ ഭാഗത്തായിട്ടും നമ്മൾ മസാജ് കൊടുക്കണം കേട്ടോ. എങ്കിലേ നമുക്ക് എല്ലാ ഭാഗത്തും ഒരുപോലെ നമുക്ക് മസാജ് കിട്ടത്തുള്ളൂ. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ മുടിയുടെ പുറത്തുകൂടെ ഇട്ട് നമ്മൾ മസാജ് കൊടുക്കരുത് കേട്ടോ. അത് നമ്മുടെ സ്കാൽപ്പിന് ഉപയോഗപ്പെടില്ല. അതായത് സ്കാൽപ്പിനകത്തോട്ട് വിരലുകൾ ഇറക്കിയതിന് ശേഷം സർക്കുലർ മോഷനിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം. 5 മിനിറ്റ്, കുറഞ്ഞത് ഒരു 5 മിനിറ്റെങ്കിലും മസാജ് ചെയ്യണം. നിങ്ങൾക്ക് സമയം ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ വെറുതെ TV കാണുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കുന്ന സമയത്തൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ സർക്കുലർ മോഷനിൽ നമ്മൾ മസാജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ആരോഗ്യം നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 5 മിനിറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ എന്നും. ഇപ്പോൾ ഞാൻ എന്തായാലും അത് കാണിക്കുന്നില്ല, അതായത് വീഡിയോ ചിലപ്പോൾ ലെങ്ത് ആയി പോയാലോ, അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ 5 മിനിറ്റ് ഒന്ന് സർക്കുലർ മോഷനിലും സ്കാൽപ്പിൽ മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നല്ല രീതിയിൽ നമ്മുടെ മുടിയുടെ ജടയെല്ലാം കളയാൻ വേണ്ടിയിട്ട് മറക്കരുതേ. അതായത് നമ്മുടെ കൈകൾ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലത്. നല്ല രീതിയിൽ എൻ്റെ മുടി എന്ന് പറയുന്നത് പെട്ടെന്ന് ജട കെട്ടുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. അതായത് നല്ല രീതിയിൽ നമ്മൾ മുടിയുടെ തുമ്പ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. തുമ്പിൽ നിന്ന് മുകളിലോട്ടാണ് നമ്മുടെ മുടിയുടെ കെട്ട് കളയാൻ വേണ്ടിയിട്ട്, ജട കളയാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമുക്ക് ജട കളയാം. ജടയുള്ള ഭാഗത്തുമ്പോൾ നമുക്കറിയാം, വിരലുകൾ ഉപയോഗിച്ചാവുമ്പോൾ നമുക്ക് ജടയുള്ള ഭാഗത്ത് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാതെ നമ്മൾ കോമ്പ് ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജടയുള്ള ഭാഗം ഫീൽ ചെയ്യത്തില്ല. അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ജട കളയുമ്പോൾ തന്നെ ജസ്റ്റ് കേട്ടോ നമ്മുടെ കൈ അതിൽ കുടുങ്ങിപ്പോവും. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മൾ കോമ്പ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യത്തില്ല. അങ്ങനെ കോമ്പിൽ നമ്മുടെ മുടി കുടുങ്ങി പൊട്ടിപ്പോകാനും സ്പ്ലിറ്റൻസ് വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും കോമ്പ് ഉപയോഗിച്ച് എങ്കിൽ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നമ്മുടെ പല്ലകളുള്ള ഒരു കോമ്പ്, എൻ്റെ കോമ്പ് കണ്ട് നിങ്ങൾ ചിരിക്കണ്ട കേട്ടോ. അതായത് 3 എണ്ണം മേടിച്ചതാണ്. ഇപ്പോൾ ഒന്നിൻ്റെ അവസ്ഥ ഇതാണ്, കുഞ്ഞുങ്ങളെടുത്ത് പൊട്ടിച്ച് കളഞ്ഞതാണ്. ഒന്ന് എവിടെയാണെന്ന് പോലും അറിയത്തില്ല. ഇനി തൂത്ത് വരുന്ന സമയത്ത് എവിടെന്നെങ്കിലും കിട്ടും, അത്യാവശ്യ സമയത്ത് ഒന്നും കിട്ടത്തില്ല കേട്ടോ. ഇപ്പം കയ്യിൽ കിട്ടിയതിനെ എടുത്ത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. കോമ്പ് ഉപയോഗിച്ച് മുടിയുടെ സ്കാൽപ്പ് നല്ല രീതിയിൽ നമുക്ക് കോമ്പ് ചെയ്ത് കൊടുക്കാം. സ്കാൽപ്പ് കോമ്പ് ചെയ്യുന്ന സമയത്ത് വേര് മുതൽ മുടിയുടെ അറ്റം വരെ ഒരേ രീതിയിൽ കേട്ടോ ഇതുപോലെ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കണം കേട്ടോ. ഇതുപോലെ നല്ല രീതിയിൽ നമ്മൾ മുടിയുടെ വേര് മുതൽ മുടിയുടെ തുമ്പ് വരെ ഒരേ രീതിയിൽ ചെയ്യി കൊടുക്കുന്നത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ ഒരേ ലെവലിൽ നമ്മുടെ മുടിയിലെത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ, അതായത് നാച്ചുറലി നമ്മുടെ ഹെയറിലൊരു ഓയിലുണ്ട്, സ്കാൽപ്പിലൊരു ഓയിലുണ്ട്. അത് ഈവൻലി എത്തുമ്പോൾ നമ്മുടെ മുടി പൊട്ടുന്നത് തടയാനും അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് കുറയ്ക്കാനും നമ്മുടെ മുടി ആരോഗ്യത്തോടെ ഇരിക്കാനും നല്ല തിളക്കത്തിൽ ഇരിക്കാനും സഹായിക്കും കേട്ടോ. ഞാൻ പല്ലകളുള്ള കോമ്പ് ഉപയോഗിച്ചാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നമ്മൾ നോർമൽ കോമ്പ് ഉപയോഗിച്ച് ചെയ്യിക്കഴിഞ്ഞാൽ
നമ്മുടെ മുടി പൊട്ടിപ്പോകും കേട്ടോ. അതുകൊണ്ട് ഒരു കാരണവശാലും നോർമൽ കോംബ് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ലേ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കുളിക്കാൻ പോകുന്ന സമയത്ത് ഒരു കാരണവശാലും ഷവർ ഉപയോഗിച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതായത് ഷവറിൽ കുളിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ കുളിക്കുന്നവരുണ്ടെങ്കിൽ അതൊന്ന് മാറ്റണം കേട്ടോ. അതായത് നമ്മൾ നല്ല ഉയരത്തിൽ നിന്നാണ് നമ്മുടെ വെള്ളം വരുന്നത്, ഷവറിൽ നിന്ന് വെള്ളം വരുന്നത്. അത് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഡയറക്റ്റ് വന്ന് പതിക്കുമ്പോൾ നമ്മുടെ ബേബി ഹെയർസ് ഒക്കെ കൊഴിഞ്ഞു പോകാൻ, അതുപോലെ തന്നെ മുടി ഡാമേജ് ആകാനും സ്കാൽപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാനും ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഷവർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ബക്കറ്റ് വാഷ് ചെയ്യുന്ന സമയത്ത് മുടി ഫ്രണ്ടിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് മഗ് ഉപയോഗിച്ച് കോരി നല്ല രീതിയിൽ മുടി കഴുകാവുന്നതാണ്. അല്ല എങ്കിൽ മഗ് ഉപയോഗിച്ച് കഴുകുക, അല്ല എങ്കിൽ നമ്മളെ ബക്കറ്റിൽ വെള്ളം എടുത്ത് വെച്ചതിന് ശേഷം അതിൽ മുക്കിയിട്ട് നമ്മുടെ മുടി നല്ല രീതിയിൽ നമുക്ക് വാഷ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ കുളത്തിലേക്ക് കുളിക്കുകയാണെങ്കിൽ അറിയാമല്ലോ, നല്ല രീതിയിൽ അഴുക്കും കാര്യങ്ങളെല്ലാം പോകുന്ന രീതിയിലായിരിക്കും നമ്മൾ നമ്മുടെ മുടി ഒലച്ചിട്ട് കുളിക്കുന്നത്. അതാണെങ്കിൽ ഓക്കെ. അല്ല എങ്കിൽ നമ്മൾ ഷവർ വാഷ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിയിലെ അഴുക്കൊന്നും പോവുകയില്ല. അതുപോലെ തന്നെ ക്ലോറിൻ വെള്ളമൊക്കെ ആണെങ്കിൽ അത് നമ്മുടെ മുടി ഡാമേജ് ആകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ക്ലോറിൻ വെള്ളമാണ് കുളിക്കുന്നതെങ്കിൽ നമ്മുടെ ഷവറിൽ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് അത് കെട്ടിവെച്ചതിന് ശേഷം കുളിച്ച് കഴിഞ്ഞാൽ ആ ക്ലോറിന് ആ ഷവറിൽ അടിഞ്ഞിരിക്കും. ബാക്കി നമുക്ക് പ്യൂറായിട്ടുള്ള വെള്ളം കിട്ടാൻ സഹായിക്കും. അതുകൊണ്ട് അങ്ങനെ ഷവറിൽ കുളിച്ചേ പറ്റൂ എന്നുള്ളവർ അങ്ങനെ ചെയ്യുക. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഹെയർ ഓയിൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. അതായത് നിങ്ങൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ചെറിയ രീതിയിൽ ചൂടാക്കിയിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡ്, അതായത് ചൂട് വെള്ളത്തിൽ കുറച്ച് നേരം നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷം ആ ചെറു ചൂടോടെ നമുക്ക് സ്കാൽപ്പിലേക്ക് മുടിയുടെ അറ്റത്തേക്കൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ല എങ്കിൽ ഞാൻ ഡാബർ ആംലയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ മിക്ക വീഡിയോസിലും പറയാറുള്ളതാണ് ഡാബർ ആംല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഓയിലിൻ്റെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. ഈ ഓയിൽ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ അങ്ങനെ ചൂടാക്കാറില്ല. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ ചൂടാക്കി ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ചൂടാക്കി നല്ല രീതിയിൽ മുടിയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് മസാജ് കൊടുക്കാറാണ് പതിവ്. ഇപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ ഡെയിലി ഒരു 2-3 തുള്ളി എടുത്തതിന് ശേഷം, അതായത് മസാജ് ചെയ്യുന്ന സമയത്ത്, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ, മസാജ് ചെയ്യുന്ന സമയത്ത് ഒരു 2-3 തുള്ളി എടുത്ത് നല്ല രീതിയിൽ നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ ചൂട് വരും. അത് നമുക്ക് ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ചൂട് ഫീൽ ചെയ്യും. ആ സമയത്ത് തലയിലേക്ക്, അതായത് മസാജ് ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഞാൻ അത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. നല്ല രീതിയിൽ സ്കാൽപ്പിൽ നമ്മുടെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് പറയുന്നതാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു 5 മിനിറ്റെങ്കിലും മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതിനുശേഷം മുടിയുടെ തുമ്പിലേക്കും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ തല നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ മസാജ് ചെയ്തതിന് ശേഷം നമ്മുടെ പല്ലകലുള്ള കോമ്പ് ഉപയോഗിച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ കൈകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ നമ്മുടെ മുടിയുടെ ജട കളയുകയും അതുപോലെ തന്നെ മസാജ് കൊടുക്കുകയും ചെയ്തതിന് ശേഷം മുടി ഇതുപോലെ നല്ല രീതിയിൽ വൃത്തിക്ക് ജടയെല്ലാം കളഞ്ഞതിന് ശേഷം പിന്നിയിട്ടിട്ട് നമ്മുടെ മുടിയുടെ തുമ്പിൽ ഒരു ബണ്ണ് ഉപയോഗിച്ച് നമുക്ക് കെട്ടിക്കൊടുക്കാം. അതുപോലെ തന്നെ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ മുടി ജട കളഞ്ഞതിന് ശേഷം മസാജ് കൊടുക്കാനും മറക്കരുത്. രാവിലെ എണീക്കുമ്പോൾ എണ്ണ ഉപയോഗിക്കണമെന്നില്ല. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 2 തുള്ളി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 തുള്ളി കയ്യിലെടുത്ത് നല്ലവണ്ണം ചൂടാക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നല്ല ടൈറ്റാക്കി കെട്ടണമെന്നില്ല കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ ടൈറ്റായിട്ട് തോന്നുന്നെങ്കിൽ ഇത് ടൈറ്റ് അല്ല. ഇത് പിന്നുമ്പോൾ ടൈറ്റായിട്ട് പിന്നാൻ വേണ്ടിയിട്ട് നോക്കരുതേ. ലൂസായിട്ടാണ് ഇത് പിന്നേണ്ടത്. നിങ്ങൾക്ക് കാണുമ്പോൾ ടൈറ്റായിട്ട് തോന്നും, പക്ഷേ ഞാൻ ലൂസായിട്ടാണ് പിന്നിയിരിക്കുന്നത്. മുടിയുടെ അറ്റം വരെ ഇതുപോലെ പിന്നിയതിന് ശേഷം മടക്കിയിട്ട് ഒരു ബണ്ണിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം. ഇതാണ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതാക്കണ്ടോ, ഇതാവുമ്പോൾ സ്പ്ലിറ്റ് എൻഡ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല, മുടി ഡാമേജ് ആകത്തില്ല, നമുക്കൊന്നും പേടിക്കണ്ട. അല്ല എങ്കിൽ മുടിയെല്ലാം വാരി മുകളിൽ തലയുടെ ഉച്ചിയിൽ വെച്ച് കെട്ടുക. ചിലവർക്ക് അത് ഇറിറ്റേഷൻ ഉണ്ടാകും, അതായത് നമുക്ക് എന്തെങ്കിലും ഭാരം അനുഭവപ്പെടും പോലെ തോന്നും. അല്ലെങ്കിൽ നമ്മൾ തലങ്ങണ ഉപയോഗിച്ച് കിടക്കുമ്പോൾ തലയുടെ പുറത്തേക്ക് തല പോവുക, അല്ലെങ്കിൽ നമ്മൾ കെട്ടിച്ച് മുടി പോവുകയാണെങ്കിൽ നമുക്ക്
മുടി വലിയുന്ന പോലെ ഫീൽ ചെയ്യും. അത് പിന്നെ നമ്മുടെ തലവേദനിക്കാനും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറേ പേർക്ക് അത് ഉപയോഗപ്പെടുന്നുവെങ്കിലും ഏറ്റവും കൂടുതലും നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതെന്ന് പറയുന്നത് ഈ ഒരു ഹെയർ സ്റ്റൈൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ നമുക്ക് നല്ല രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു ടിപ്പുമായിട്ടാണ്. അതുവരേക്കും ബൈ ബൈ.